2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ചൂടേറിയ ഒരുക്കങ്ങളും ചുവരെഴുത്തുകളും തയ്യാറായി കഴിഞ്ഞു. LDFും UDFും തിരുവനന്തപുരത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലമായ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെയും സുരേഷ് ഗോപിയുടെയും പേരുകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുമ്മനമില്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സുരേഷ് ഗോപി തന്നെ മതിയെന്നാണ് പാർട്ടിയിൽ ഇപ്പോൾ ഉയരുന്ന ആവശ്യം. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെതാകും അന്തിമ തീരുമാനം. നിലവിൽ രാജ്യസഭാ അംഗമാണ് സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കുമോ എന്ന ഭയം സുരേഷ് ഗോപിക്കുണ്ടെന്നാണ് വിവരങ്ങൾ. രാജ്യസഭാംഗമായി സുരേഷ് ഗോപിയുടെ കാലാവധി ഇനി 3 കൊല്ലത്തോളമുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കാൻ സുരേഷ് ഗോപിക്ക് താല്പര്യക്കുറവുണ്ട്. എന്നാൽ മോദി, അമിത്ഷാ എന്നിവരുടെ അനുഗ്രഹാശിസ്സുകളോടെ അധികാരത്തിലെത്തിയ സുരേഷ് ഗോപി മോദി തന്നെ നേരിട്ട് വിളിച്ചാൽ മത്സരത്തിനിറങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2 തവണ വിജയിച്ചു കയറിയ ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യം BJPയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയുള്ള മണ്ഡലമെന്ന നിലയിൽ തിരുവനന്തപുരത്ത് കരുത്തരായ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ് ലക്ഷ്യം. 11,470 വോട്ടുകൾക്ക് ജയിച്ച ശശി തരൂരിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. BJP സ്ഥാനാർത്ഥിയായിരുന്ന O രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയതും BJPക്ക് പ്രതീക്ഷ കൂട്ടുന്ന ഘടകങ്ങളാണ്. ശബരിമല കൂടി അനുഗ്രഹിച്ചാൽ തിരുവനന്തപുരത്ത് BJP വിജയമുറപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന നേതൃത്വം.